അങ്ങനെ ഒരു 7 മാസത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഡേ ലൈറ്റിൽ പുറത്തിറങ്ങണത് ഞാനും എൻ്റെ മോളും. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഒരുപാട് കാലമായില്ലേ ഞാൻ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട്. ഇപ്പോൾ വ്ളോഗുകൾ ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എന്നും ഈ വീട്ടിലിരിപ്പോൾ ഒരേ റുട്ടീൻ, എനിക്കെന്തോ അങ്ങനെ ചെയ്യാൻ എന്തോ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാനങ്ങനെ വ്ളോഗുകൾ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഇപ്പോൾ ക്രാഫ്റ്റുകൾ കാണാൻ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ട് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ വീഡിയോ ഫീഡ്ബാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ കൂടുതൽ ക്രാഫ്റ്റുകൾ ചെയ്യണതാണ് കേട്ടോ. ഇപ്പോൾ വ്ളോഗ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പുറത്തിറങ്ങണില്ലല്ലോ. ഇപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു സമയത്ത് പതുക്കെ പുറത്തിറങ്ങി തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം, നീണ്ട ഇടവേളയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ പകുതിയിലധികം സമയവും നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചിരിക്കുക, അതും ഫ്ലാറ്റിൽ. മുറ്റം കാണുന്നില്ല, ഒരു ജനല തുറന്നിടുന്നില്ല. അങ്ങനെ അടച്ചിരുന്നിട്ടുള്ള ആ ഒരു ലൈഫ് എത്രത്തോളം മടുപ്പിക്കുന്നതായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഈ കാലത്ത്. അപ്പോൾ അതിന് ശേഷം ഒരു വല്ലാത്ത റിലീഫ് എന്നും പറഞ്ഞ് അതിനെ കുറയ്ക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു പുറത്തിറങ്ങി തുടങ്ങിയപ്പോൾ. അപ്പോൾ പതുക്കെ ഓരോ വീക്കെൻഡിലായിട്ട്, ഡെയിലി ഒന്നുമില്ല, വീക്കെൻഡിലായി ഞങ്ങൾ പതുക്കെ താഴെയുള്ള റോട്ടിലൂടെ നടക്കുക. മോൾക്കും അതൊരു ആശ്വാസമാണ്. പിന്നെ സമ്മറായിരുന്നു, അപ്പോൾ ചൂട് കമ്മിയായി തുടങ്ങിയപ്പോൾ, സമ്മറിൻ്റെ അവസാനമായപ്പോൾ ഞങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ വീക്കെൻഡിൽ മാത്രം ഇറങ്ങി ആളുകളില്ലാത്ത സ്ഥലത്ത് കൂടെ നടക്കുക. ഇതിപ്പോൾ സെക്കൻഡ് വീക്ക് തേർഡ് വീക്കൊക്കെ ആയപ്പോൾ ഞങ്ങൾ പതുക്കെ ഷോപ്പിൽ പോകാൻ തുടങ്ങി. ഷോപ്പിലൊക്കെ കണ്ടില്ലേ, പ്രത്യേകിച്ച് തിരക്കൊന്നും പറയാൻ ആരുമില്ല. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്, ഇത്ര ഡിസ്റ്റൻസിലാണ് ആളുകൾ നിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ അവളേനെയൊക്കെ ഞങ്ങൾ എവിടെ പോയാലും കൈ കെട്ടി നിൽക്കുക, മാസ്കിൽ തുടരരുത്, ഇതൊക്കെ ചട്ടം കെട്ടിയിട്ടാണ്. അതൊക്കെ ശീലമായി ഇപ്പം തന്നെ. നമുക്ക് ശീലിക്കാനുള്ള ബുദ്ധിമുട്ട് അവർക്കില്ല. അവർ കുറച്ചും കൂടെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും, ഫോളോ ചെയ്യുകയും ചെയ്യും കുട്ടികൾ. അങ്ങനെ ഞങ്ങൾ ഫുഡ് മേടിക്കാനോ അങ്ങനെ എന്തെങ്കിലും കടയിൽ പോവുക, ഇതൊക്കെ പതുക്കെ ചെയ്തു തുടങ്ങി. ഒരു സാധാരണ ലൈഫിൻ്റെ ആ ഒരു ഫീലിങ്ങിലേക്ക് ഞാനിങ്ങനെ പതുക്കെ എത്തിയിട്ടേ ഉള്ളൂ. സെപ്റ്റംബർ 23 ഇവിടുത്തെ നാഷണൽ ഡേ ആണ്, സൗദി നാഷണൽ ഡേ ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഓഫീസ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്, അവളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലാണ്. ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്സ്, ഫ്ലാറ്റ് ഇവിടെയാണ് എൻട്രൻസ്. ഓഫീസിലേക്ക് ഇത്രയേ ഉള്ളൂ ദൂരം. പക്ഷേ ഇപ്പോൾ ഏട്ടൻ്റെ ഓഫീസ് ബിൽഡിങ് ഇതല്ല, കുറച്ച് ദൂരെയാണ്. അപ്പോൾ രാവിലെ ക്യാബിൽ പോകണം. അപ്പോൾ ഈ നാഷണൽ ഡേക്ക് ഇങ്ങനെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് പുറത്ത് കാണാൻ. അപ്പോൾ അത് കാണാൻ വേണ്ടി അന്ന് പ്രത്യേകം എന്തായാലും ഇറങ്ങിയിരുന്നു. അവൾക്കും അതൊരു പുതിയൊരു ഓർക്കാനുള്ളൊരു അനുഭവമാണല്ലോ. അങ്ങനെ പതുക്കെ താഴേക്ക് ഇറങ്ങി തുടങ്ങിയതിന് ശേഷം വീണ്ടും 1 മാസം സമയം എടുത്തിട്ടാണ്, 3-4 വീക്കെൻഡിന് ശേഷമാണ് ഞങ്ങൾ പതുക്കെ ഡേ ലൈറ്റിൽ പുറത്തിറങ്ങിയത്. അപ്പോൾ ഡേ ലൈറ്റിൽ പുറത്തിറങ്ങുക എന്ന് പറയുമ്പോൾ അത് വീണ്ടും എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു, ഭയങ്കര ത്രില്ലായിരുന്നു. സമ്മർ കുറച്ച് ചൂട് കമ്മിയായി തുടങ്ങിയോണ്ടാണ് കേട്ടോ പുറത്തിറങ്ങി. ഇല്ലെങ്കിൽ നമുക്ക് സഹിക്കില്ല. ഉച്ച കഴിഞ്ഞ് ഇരുട്ടാവുന്നതിന് മുന്നേ ഒന്നും പുറത്തേക്ക് ഇറങ്ങിയാൽ ചൂട് സഹിക്കില്ല. അപ്പോൾ പതുക്കെ പാർക്കിലേക്ക് നടക്കുകയാണ്. ഞങ്ങൾക്ക് നടന്നു പോകാവുന്ന ഒരു 5 മിനിറ്റ് നടന്നാൽ എത്തുന്ന സ്ഥലത്ത് തന്നെ ഒരു പാർക്കുണ്ട്. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. ഫെബ്രുവരിയിലാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയത്. ഏട്ടനെയാണ് പുറത്ത് പോകാറുള്ളൂ. മോളെ വെച്ചിട്ട് ടാക്സിയിലെ യാത്ര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കാത്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ബാക്ക് ടു നോർമൽ ലൈഫ് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾക്ക് നമ്മുടെ സേഫ്റ്റി ആ ഒരു ഇത് വിചാരിച്ചിട്ട് ഇറങ്ങാത്തതായിരുന്നു ഇതുവരെ. എനിക്ക് ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ തന്നെ വല്ലാത്ത സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ വന്നിട്ട് നാട്ടിലേതായിട്ട് മിസ് ചെയ്യണതിൽ നമ്പർ 1 ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മരങ്ങളും നമ്മുടെ മുറ്റവും നമ്മുടെ തൊടിയും കാര്യങ്ങളൊക്കെയാണ്. അതിന് ശേഷമാണ് ഭക്ഷണമായാലും ബാക്കി എന്ത് കാര്യങ്ങളായാലും ഉള്ളൂ. ശരിയാണ്, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെയും മറ്റുള്ളവരുടെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും വീടിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചിരിക്കുന്നത്. അതെല്ലാം ശരിയാണ്. എങ്കിൽ കൂടെ നമ്മളെ ഒരു മനുഷ്യന് കൂട്ടത്തിലല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനുള്ള പരിമിതികൾ, അത് ആളുകൾ കാണുക, വർത്തമാനം പറയുക, അതൊക്കെ നമ്മളുടെ മെൻ്റലി എത്രത്തോളം നമ്മളെ സ്ട്രെങ്ത് തരുന്നതാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ആളുകൾ കൂടുതൽ ഡിപ്രഷനിലേക്ക് പോകുന്നത് ഈ ഒരു പീരീഡിൽ, അതൊക്കെ എത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടിലേക്കൊന്നും പോവാതെ ഞാൻ പിടിച്ചു നിന്നത് ഈ പറഞ്ഞാൽ ഈ ചാനലും അതുപോലെ മോളുള്ളത് കൊണ്ടും മോളുടെ ഈ സ്കൂളിങ് തിരക്ക്, അതിനിടയിൽ ഏട്ടൻ വർക്ക് ഫ്രം ഹോം ആയിട്ട് അതിൽ തന്നെ ഓൾമോസ്റ്റ് 5 മാസത്തോളം ഏട്ടൻ വീട്ടിൽ തന്നെയായിരുന്നു വർക്ക്.
അപ്പോൾ അതുകൊണ്ട് വല്ലാത്തൊരു ഒറ്റപ്പെടലും തോന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ പുറത്തിറങ്ങുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നാട്ടിലൊക്കെ കൂടുതൽ കേസസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായാലും നാട്ടിലും ഈ ഒരു കാര്യം പലരും അനുഭവിക്കുന്നുണ്ട്, ഇങ്ങനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മുടെ വെറുതെ ഇരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സ് ചെകുത്താൻ്റെ ആലയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ വിട്ടുകൊടുക്കാതിരിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഡിപ്രഷനും അതും ഇതും, അതിനെല്ലാം വിട്ടുകൊടുക്കാതെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വേറെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക. അപ്പോൾ ഈ വിശേഷങ്ങളുടെ കൂടെ ഞാനൊരു ചെറിയ കാര്യം കൂടെ കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, മോൾക്ക് സ്കൂളിലേക്ക് ഒരു ആവശ്യത്തിന് അവളുടെ ഒരു ഡ്രസ്സപ്പ് ചെയ്യാനുള്ള ഒരു ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എന്തെങ്കിലും ഡ്രസ്സപ്പ് ലൈക്ക് എനിത്തിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാൻ ഒരു ഫെയറി പോലെ എന്തെങ്കിലും അവളുടെ ഡ്രസ്സപ്പ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് സ്പെഷ്യലായിട്ടൊരു ക്രാഫ്റ്റ് ചെയ്യാൻ മാത്രം ഞാൻ പ്ലാൻഡായിട്ട് വൃത്തിയായിട്ട് ചെയ്തതൊന്നും അല്ല. അതുകൊണ്ടൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കുന്നില്ല, ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഓടിച്ച് കാണിക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർക്ക് ഇതുപോലെ അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടില്ല. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ചാർട്ട് പേപ്പർ ഇങ്ങനെ ഹാഫായി മടക്കി വിങ്സിൻ്റെ ഷേപ്പ്, ഇതൊന്നും മെഷർമെൻ്റ് ഒന്നും ഇല്ല കേട്ടോ, ഞാൻ വെറുതെ റഫായിട്ട് അങ്ങ് ചെയ്യുക ചെയ്തത്, ഷേപ്പ് വെട്ടിയെടുത്തു. ഇനി ഒരു മാജിക് സ്റ്റിക്ക് കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇല്ലേ, അതുകൊണ്ട് സ്റ്റാർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിനായിട്ട് ഒരു പേപ്പറിൽ വെറുതെ റഫായിട്ടാണ് എല്ലാം ചെയ്തത്. ഇതൊക്കെ വൃത്തിയായിട്ട് ചെയ്യണമെങ്കിൽ സ്കെയിലും പെൻസിലൊക്കെ വെച്ചിട്ട് ചെയ്യാം, ഞാൻ റഫായിട്ട് അങ്ങ് ചെയ്തു എന്ന് മാത്രം. എന്നിട്ട് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ സിൽവർ കളറിലും ഗോൾഡൻ കളറിലും 2 സൈസിൽ, വലിയ സിൽവർ കളറിലുള്ള ഒരു സ്റ്റാർ, അതിൻ്റെ നടുക്ക് ചെറിയ ഗോൾഡൻ കളറിലുള്ളൊരു സ്റ്റാർ, അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ചെറിയ സൈസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് രണ്ടാമത് ഒരു സ്റ്റാർ അതിൻ്റെ ഉള്ളിൽ വരയ്ക്കുന്നത്. ആ സെയിം സ്റ്റെൻസിൽ തന്നെ യൂസ് ചെയ്തിട്ട് രണ്ടാമത്തെ സ്റ്റാർ മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് അതിൽ തന്നെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തു. എന്നിട്ട് ഗോൾഡൻ ഷീറ്റിൽ നിന്നും ഒരു കഷ്ണം എടുക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ പ്രീ പ്ലാൻഡ് അല്ല, ഞാൻ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് കാണിക്കാമെന്ന് വെച്ചു. ഇത് മാത്രം ഞാൻ എക്സ്ട്രാ, എൻ്റെ കയ്യിൽ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് മാത്രം ഞാൻ ഇവൾക്ക് ഇതിന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എക്സ്ട്രാ വാങ്ങി. ബാക്കി ഒന്നും ഞാൻ പ്രത്യേകിച്ച് വാങ്ങിയിട്ടില്ല. ഇത് ഞാൻ പണ്ടൊരു മിറർ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിൽവർ കളർ പെയിൻ്റ് അടിച്ചിട്ടുള്ള പേപ്പർ ട്യൂബാണത്, ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ട്യൂബാണ്. അപ്പോൾ അത് കുറച്ചെണ്ണം ബാക്കിയിരിക്കുന്നത് ഒരെണ്ണം എടുത്തു. ഇല്ലെങ്കിൽ എക്സ്ട്രാ നമുക്ക് ഇതിനെ മാച്ച് ചെയ്യുന്ന കളർ പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. ഇത് സിൽവർ ഇരിക്കുന്നതുകൊണ്ട് അതെടുത്തു. എന്നിട്ട് ഞാൻ ഈ സ്റ്റാറിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഈ വിങ്സ് നടുക്ക് ഒന്ന് സ്റ്റിഫായിട്ട്, അതായത് മുതുക് ഭാഗത്ത് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്കുകൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. വെറുതെ വൈറ്റ് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു. അതേപോലെ വിങ്സിനെ ഒന്നും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്, ഒരു ശരിക്കുള്ളൊരു വിങ്സിൻ്റെ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇത്തിരി കോട്ടൺ ഒക്കെ ഒട്ടിക്കുകയാണെങ്കിലും കുറച്ചും കൂടെ നന്നാവും കേട്ടോ. കോട്ടണോ അല്ലെങ്കിൽ ഫെദർ ഉണ്ടെങ്കിൽ ഫെദർ തന്നെ, വൈറ്റ് ഫെദർ ഉണ്ടെങ്കിൽ ഫെദർ തന്നെ ഒട്ടിച്ചാലൊക്കെ ആ ഒരു ലുക്ക് നന്നായിട്ട് കിട്ടും. ഫെദർ ഇല്ല എൻ്റെ കയ്യിൽ, അതുകൊണ്ട് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അറ്റം, അതായത് എല്ലാ പുറത്തുള്ള എഡ്ജിൽ കൂടെയും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അത് മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുത്തു. അതിനുശേഷം ഇനി ചെയ്യാൻ പോകുന്നത്, ഇതിൽ കുറച്ചും കൂടെ ഒരു ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ സിൽവർ ഗ്ലിറ്റർ പൗഡർ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് ഇതിൽ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വൈറ്റ് ഗ്ലൂ ഒന്നിങ്ങനെ ആ ഒരു വിങ്സിൻ്റെ ആ ലൈനിൽ കൂടെ ഒന്നിങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് സിൽവർ കളറിലുള്ള ഗ്ലിറ്റർ പൗഡർ തട്ടി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ 2 വിങ്സിലും ചെയ്തെടുത്തു. അപ്പോൾ ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം എക്സസ് ആയിട്ടുള്ളത് തട്ടിയെടുത്തിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതൊരു ന്യൂസ് പേപ്പറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അവളുടെ ഒരു ഹെയർ ബാൻഡ്, ഞാൻ ഇങ്ങനത്തെ ക്രൗൺ ടൈപ്പ് ഹെയർ ബാൻഡ് വാങ്ങിക്കാൻ വേണ്ടി ഏട്ടനെ ഏൽപ്പിച്ചപ്പോൾ ഇങ്ങനത്തെ കിട്ടിയുള്ളൂ. ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ നോക്കിയെടുക്കും നന്നായിട്ട്. ഇതിപ്പോൾ നമ്മൾ ദൂരെയൊന്നും പോകുന്നില്ല, അടുത്തുള്ള ഷോപ്പൊന്നും ഇതേ കിട്ടിയുള്ളൂ. അപ്പോൾ അതിനെ ഒന്നും കൂടെ എത്രയും കൂടിയും ഒരു ഹൈറ്റിലുള്ള ഒരു ക്രൗണിൻ്റെ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും സിൽവർ കൊണ്ടുള്ള ഫോം ഷീറ്റ് തന്നെ എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ ഓൾറെഡി ഉള്ള ഹെയർ ബാൻഡിനെ ഒരു മേക്ക് ഓവർ പോലെ ചെയ്ത് കൊടുക്കണം. അതും ടെമ്പററി ആയിട്ട് ചെയ്യണം, സ്ഥിരമായിട്ട് ടൈം വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവൾക്ക് അന്നത്തെ ആ വേഷത്തിന് വേണ്ടിയിട്ട് മാത്രം വെക്കുന്നതുകൊണ്ട് വെറുതെ സെല്ലോ ടൈപ്പ് വെച്ചേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനത്തെ വെറും കമ്പി ആയിട്ടുള്ള ഹെയർ ബാൻഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോം ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്, ക്രൗണിൻ്റെ ഷേപ്പൊക്കെ. ഇത് ഞാൻ ഹെഡ് ബാൻഡിൻ്റെ വേറെ വേണമെങ്കിൽ കാണിക്കാം, വീണ്ടും ക്രാഫ്റ്റായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് അവളുടെ മേല് ഫിറ്റ് ചെയ്യാൻ എന്താ ഒരു വഴി എന്ന് ആലോചിച്ചപ്പോഴാണ് ഞാനിത് ഷോൾഡറിൽ ഇങ്ങനെ എങ്ങനെയെങ്കിലും അറ്റാച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനുവേണ്ടി 2 ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അവളെ ചെറുതായിട്ടൊന്ന് സെറ്റപ്പാക്കി എടുക്കുകയാണ്. ഏഞ്ചൽ ലുക്ക് ആവുമ്പോൾ
ഒരു വൈറ്റ് ഫ്രോക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു പ്ലാൻ ചെയ്തത്. എന്ത് വേഷമാണ് ചെയ്യിക്കുക എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു വൈറ്റ് ഫ്രോക്ക് അവളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് ആണ്, എന്നാലും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രോക്ക് ഇട്ടു, ഒരു കല്ല് വെച്ച് പൊട്ട് വെച്ച് കൊടുത്തു, കണ്ണെഴുതി, ലിപ്സ്റ്റിക്ക് ഇട്ടു. അതിന് ശേഷം സിൽവർ കളറിൽ വള ഏട്ടൻ വാങ്ങിക്കൊടുന്നതാണ് ഇതിനായിട്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ നൂല് കട്ടിയുള്ള നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഷോൾഡറിൽ കയ്യിന് ചുറ്റും ഇങ്ങനെ ഷോൾഡറിൽ കൂടെ ഇട്ടിട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്, നമ്മൾ ഓൾറെഡി ഇട്ട ഹോളിൽ കൂടെ. അപ്പോൾ ഇതെങ്ങനെയാണ് അവൾ ക്ലാസ്സിന് വേണ്ടി റെഡിയായിരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുടെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ്, ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.